നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 10, മലയാള മാസം ചിങ്ങം 25, കൊല്ലവർഷം 1201 ആണ്ട്. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ. അശ്വതി. തൊഴിൽ മേഖലയിലും പഠനത്തിലും പുരോഗതി. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പരിഹാരത്തിനായി ദുർഗാദേവിയുടെ പൂജ നടത്തുക. ഭരണി. സാമ്പത്തിക നേട്ടത്തിനും പുതു അവസരങ്ങൾക്കും അനുയോജ്യമായ ദിവസമാണ്. വാക്കുകളിൽ അമിതമായ കടുപ്പം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കാർത്തിക. ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഗുണകരമായ നേട്ടങ്ങൾ ലഭിക്കും. യാത്രകളിൽ സൂക്ഷിക്കുക. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. രോഹിണി. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനാകും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണപൂജ നടത്തുക. തിരുവാതിര. സാമൂഹിക കുടുംബപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. വാഹനയാത്രയിൽ ജാഗ്രത വേണം. പരിഹാരത്തിനായി ശിവപൂജ നടത്തുക. പൂയം. കുടുംബത്തിൽ സന്തോഷവും സൗഹൃദവും ഉണ്ടാകും. കടബാധ്യതയിൽ സൂക്ഷിക്കുക. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക. ആയില്യം. ആത്മവിശ്വാസവും മാനസിക സമാധാനവും വർദ്ധിക്കും. ജോലിയിലെ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. പരിഹാരത്തിനായി നാഗദേവരെ പൂജിക്കുക. മകം. സാമ്പത്തിക വളർച്ചയ്ക്കും കരിയർ മുന്നേറ്റത്തിനും നല്ല സമയമാണ്. ധനകാര്യ ഇടപാടുകളിൽ സൂക്ഷിക്കുക. പരിഹാരത്തിനായി സൂര്യ നമസ്കാരം നടത്തുക. പൂരം. പഠനത്തിലും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ലഭിക്കും. വീട്ടിലെ മുതിർന്നവരുമായി വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി അമ്മവാരങ്ങളെ ആരാധിക്കുക. ഉത്രം. ജോലിസ്ഥലത്ത് മേൽനോട്ടക്കാരുടെ പിന്തുണ ലഭിക്കും. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അത്തം. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക. ചോതി. ആത്മവിശ്വാസവും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ശേഷിയും ഉയരും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ദുർഗാസ്തോത്രം ചൊല്ലുക. വിശാഖം. കരിയർ അല്ലെങ്കിൽ ധനകാര്യ രംഗങ്ങളിൽ ഗുണകരമായ പുരോഗതി ഉണ്ടാകും. അനാവശ്യ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ഗുരുവിനെ ആരാധിക്കുക. അന്യം. വ്യാപാര രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുമായി സംഘർഷം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യ സ്വാമി പൂജ നടത്തുക. പരിഹാരത്തിനായി. മൂലം. മാനസിക സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പരിഹാരത്തിനായി വിഷ്ണു പൂജ നടത്തുക. ഉത്രാടം. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉയരും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തി സ്തുതി ചൊല്ലുക. അവിട്ടം. പുതിയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൃഷ്ടിക്കാൻ നല്ല ദിവസമാണ്. യാത്രയിൽ സൂക്ഷിക്കുക. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. ചതയം. തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഗുണകരമായ നേട്ടങ്ങൾ ലഭിക്കും. ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശനിദേവനെ ആരാധിക്കുക. പൂരുരുട്ടാതി. ആത്മവിശ്വാസം ഉയരുകയും മികച്ച അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനാമം ജപിക്കുക. ഉത്രട്ടാതി. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ഗുരുവിനെയും പിതൃകർമ്മങ്ങളെയും ആദരിക്കുക. രേവതി. സാമ്പത്തിക നേട്ടവും മാനസിക സമാധാനവും ലഭിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പരിഹാരത്തിനായി ഗണപതി ഹോമം നടത്തുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ശുഭദിനം.